ഇത് ആകസ്മികമായി സംഭവിച്ചു പോകുന്നതോ PR ഏജൻസി അറിയാതെ സംഭവിച്ചു പോകുന്നതോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. 13-ാം തീയതി ഇത് വന്നു. 21-ാം തീയതിയോ മറ്റോ പത്രസമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകി. 29-ാം തീയതി ഹിന്ദു പത്രത്തിൽ ഇത് ഇന്റർവ്യൂ കൊടുത്ത് അത് അച്ചടിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാക്കി. ഒരു ഇൻസിഡന്റ് അല്ല, ഒരു ദിവസമല്ല, ഒരു 2 ആഴ്ചത്തെ സ്പാൻ അല്ലെങ്കിൽ 3 ആഴ്ചത്തെ സ്പാനിൽ ഈ കാര്യം നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതൊരു തിരക്കഥയുടെ ഭാഗവും ബോധപൂർവമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി ആ PR ഏജൻസി സ്വന്തം ഇഷ്ടപ്രകാരം കൊടുത്തതാണെങ്കിൽ എന്തുകൊണ്ട് ഇവരൊരു നടപടി എടുക്കുന്നില്ല? ഒരു മുഖ്യമന്ത്രിയെ മിസ്കോട്ട് ചെയ്തിട്ട് ഒരു PR ഏജൻസി ഒരു ബൈറ്റോ ഇന്റർവ്യൂ കൊടുത്താ അതിനെ പിന്നെ അങ്ങ് ഇഗ്നോർ ചെയ്യുകയാണോ? ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിൽ എന്താ അവർക്കെതിരെ കേസെടുക്കാത്തത്? ഒരു സ്റ്റേറ്റിന്റെ തലവൻ പറയാത്ത കാര്യങ്ങൾ, ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ, അനുമതിയില്ലാത്ത കാര്യങ്ങൾ അതിങ്ങനെ എഴുതി കൊടുത്തിട്ട് അതും കൂടെ വരുത്തണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതൊരു കുറ്റമല്ലേ? എന്താ ഇവര് നടപടിയെടുക്കാത്ത? ഇത് അവരുടെ അജണ്ട തന്നെയാണ്, അവർക്ക് വേണ്ടി ചെയ്യപ്പെട്ടത് തന്നെയാണ്, അതൊരു തിരക്കഥയുടെ ഭാഗമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, ആ സീരീസിലെ 2ാമത്തെ എപ്പിസോഡാണ് KT ജലീലിന്റെ പ്രസ്താവനകൾ. ഇത് വളരെ ബോധപൂർവം ജില്ലയെ, മലപ്പുറം ജില്ലയെ, അവിടുത്തെ ജനതയെ, സംസ്ഥാനത്തെ ആകെ അപമാനിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ സ്റ്റേറ്റിനെ ഒറ്റുകൊടുക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയും ഈ PR ഏജൻസികളും കേരളത്തോട് ചെയ്തു വെച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുള്ള തിരക്കഥയാണോ അല്ല പാർട്ടി അറിഞ്ഞുള്ള തിരക്കഥയാണോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ പിന്നെ പുറത്തു വന്നിരിക്കുന്നതെന്നുള്ള ഉറപ്പാണല്ലോ. പാർട്ടിയുടെ അറിവിനെയും പങ്കാളിത്തത്തെ സംബന്ധിച്ച് അവർ പറയണം. പക്ഷെ അതൊക്കെ പറയാൻ ആർജവമുള്ള ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടാവും? എനിക്ക് തോന്നിയില്ല. അല്ല, അജിത് കുമാറിനെ ടാർഗറ്റ് ചെയ്യുന്നതിൽ മുഖ്യമന്ത്രിയെ പിന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നില്ല എന്നുള്ളതല്ല ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത്ര നേരം ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ അജിത് കുമാറിനെതിരെയല്ലല്ലോ, മുഖ്യമന്ത്രിക്കെതിരെയല്ലേ. സ്റ്റേറ്റിനെ തന്നെ ഒറ്റുകൊടുക്കുന്ന സമീപനം മുഖ്യമന്ത്രിയുടെയും അവരുടെ സംവിധാനത്തിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ടാർഗറ്റ് ആരാ? മുഖ്യമന്ത്രിയെ തന്നെ പറയുന്നത്. അജിത് കുമാറിനെ പറയുന്നതിന് കാരണം അജിത് കുമാർ ആ പദവിയിൽ തുടരുന്നത് സ്റ്റേറ്റിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അജിത് കുമാർ ഉന്നത പോലീസ് പദവിയിൽ തുടരുന്നത് സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നുള്ളത് ഉറപ്പാണ്. അതിൽ നടപടിയെടുക്കാതെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഉൾപ്പെടെ സമരം നടത്തേണ്ടി വന്നത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കുന്നതിനെതിരെ P. സരീൻ എന്ന് പ്രതിപക്ഷ നേതാവിനെ കാണുന്നു എന്നാണ് വാർത്തകൾ. ഈ പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വം ഒരു പിന്തുടർച്ചാവകാശമായിട്ട് കൊണ്ടുപോകരുതെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് വാർത്തകൾ. എങ്ങനെയാണ്? അല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും മറുപടി പറയാൻ ഞാനില്ല. അത് പിന്നെ പാർട്ടി നേതൃത്വമാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത്. പിന്നെ പിന്തുടർച്ചാവകാശം എനിക്കല്ല, കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിക്ക് അവിടെ പിന്തുടർച്ച ഉണ്ടാവണം എന്നുള്ളത് അവിടുത്തെ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. UDFന്റെ ഒരു ജനപ്രതിനിധി തന്നെ പാലക്കാട് നിന്ന് ജയിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ പിന്തുടർച്ച ഉണ്ടാവണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ആ പിന്തുടർച്ചയ്ക്ക് അനുയോജ്യനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ പാർട്ടി കണ്ടെത്തും, പാർട്ടി അത് നിശ്ചയിക്കും, പാർട്ടി അത് തീരുമാനിക്കും. ആ തീരുമാനത്തെ ഞങ്ങൾ എല്ലാവരും അംഗീകരിച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരാണ് അവിടെ ആദ്യം മുതൽ ചർച്ചകളിലൊക്കെ ഉള്ളത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്നുള്ള നിലയിൽ കൂടിയാണത്. അപ്പോ അവിടെ അദ്ദേഹത്തിന് ഒരു മുൻതൂക്കമുണ്ടോ? ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ അല്ലെങ്കിൽ ഒരു യുവ പ്രതിനിധിയാവും അവിടെ നിന്ന് അവിടുത്തെ MLA എന്നുള്ള നിലയിൽ അക്കാര്യത്തിൽ പാർട്ടി ഷാഫിയെ അങ്ങോട്ടേക്ക് അയച്ചതും പാർട്ടിയാണല്ലോ. ആ പാർട്ടിയുടെ മുമ്പിൽ എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നതും പാർട്ടിയാണ്. അപ്പൊ ആ പാർട്ടിയുടെ മുമ്പിൽ അവിടുത്തെ ജയത്തിന് വേണ്ടി മികച്ച സ്ഥാനാർത്ഥി ആരാണ് എന്ന് പിന്നെ എനിക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഞാനത് പാർട്ടിയെ അറിയിക്കും. പാർട്ടി എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പാർട്ടിയെ അറിയിക്കും. അത് പിന്നെ ചെറുപ്പക്കാരുടെ കാര്യം അത് ഞാൻ ഇന്നും ഇന്നലെയല്ല, നമുക്കൊക്കെ KSU കാലത്ത് അവസരം കിട്ടിയത് മുതൽ ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ശ്രമത്തിൽ നിന്ന് പിന്നെ പിന്തിരിയാൻ മാത്രം സീനിയോറിറ്റി ഒന്നും എനിക്ക് ആയിട്ടില്ല. ഞാൻ ഇപ്പോഴും ചെറുപ്പക്കാർക്ക് വേണ്ടി നിൽക്കുന്നതാണ്.